നമ്മുടെ കുഞ്ഞിന് നീ വെറും 15 മിനിറ്റ് മാത്രം അതിനുള്ളിൽ ആ ലൂപ്പ് കണ്ടെത്തി ഈ വീട്ടിന് പുറത്തിറങ്ങിയില്ലെങ്കിൽ നമ്മൾ മൂന്നാളും തീരും. ഏട്ടാ ഇതെങ്ങോട്ടാ? എടോ, നമ്മളെ ഇവിടെ കൊണ്ടാക്കിയ ബ്രോക്കറില്ലേ, ഇത്ര നേരം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് കാണുന്നില്ല. ഇതിന്റെ പൈസയും കൊടുത്തിട്ടില്ലേ, ഇപ്പൊ ഒന്നും മനസ്സിലാകുന്നില്ല. ബ്രോക്കർ ഫീസ് കിട്ടാണ്ട് മൂപ്പര് പോകുന്നില്ല ഏട്ടാ, എന്തായാലും വരുമായിരിക്കും. ബ്രോക്കർ ഫീസിന് മാത്രമല്ലോ, ഈ വീടിന്റെ വാടകയോ എഗ്രിമെന്റ് എത്ര മാസത്തേക്കാണെന്നോ ഒന്നും ചോദിച്ചില്ല. ഇവിടെ കാണിച്ചു തന്നിട്ട് കേരിക്ക് പറഞ്ഞിട്ട് മൂപ്പര് പോയി. ഇതിപ്പോ മൂപ്പര് വരാണ്ട് എങ്ങനെയാപ്പോ? അത് ശരി, അപ്പൊ ഈ എഗ്രിമെന്റ് ഒന്നും എഴുതാണ്ട ഒരു വീട് റെഡി ആയിട്ട് വേണ്ടി എറണാകുളത്ത് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തായിട്ടാ അത്ര സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്നത്? വേഗം അയാളെ വിളിക്കാൻ നോക്ക്. എടാ, വിളിക്കാൻ എൻ്റെ അടുത്ത് അയാൾ നമ്പർ ഇല്ല സന്ധ്യ. എന്ത് നമ്പർ ഇല്ലാന്നോ? പിന്നെ എറണാകുളത്തുള്ള ഏട്ടൻ എങ്ങനെയാ പാലക്കാടിൽ ഇയാളായിട്ട് കോണ്ടാക്ട്? അയാളെ വീട് ശരിയാക്കാൻ പറ്റില്ലേ നമ്മൾ ഇത്രയും ദൂരം വന്നത്? വിളിച്ചിട്ടു ഏട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും മൂപ്പര് വീട് തുറന്നല്ലേ പറഞ്ഞത്? ആ തരും, പറയാം. ഞാൻ തരും. എന്തൊരു സംഭവം? പറയാം, തരും. ശരി. ഒന്നുമില്ല. എന്താ ഏട്ടാ, എന്താ സംഭവം? എന്തായാലും തെളിച്ചു പറ, നിങ്ങളുടെ പേടിയാവുന്നുണ്ട്. സന്ധ്യ, എടോ, കുറേ ദിവസമായിട്ട് ഞാനൊരു ദുസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. എത്ര ദിവസം എന്നറിയോ ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്? എന്ത് സ്വപ്നം? എൻ്റെ തറവാട് പാലക്കാടാണെന്ന് നിനക്കറിയില്ലേ? പണ്ട് മുത്തശ്ശി പറഞ്ഞൊരു കഥയുണ്ട്. എൻ്റെ കാർന്നവർ ഭയങ്കര ജന്മികളായിരുന്നു. ഞങ്ങൾക്കൊരു തറവാട്ടമ്പലമുണ്ടായിരുന്നു കാടിനകത്ത്. എല്ലാ അമാവാസ്യ ദിവസങ്ങളിലും അവിടെ ഒരു പൂജ നടത്താറുണ്ട്. പക്ഷേ കീഴ്ജാതിപ്പെട്ട ആൾക്കാർക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദിവസം പൂജ നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കുട്ടി, താഴ്ന്ന ജാതിയിൽപ്പെട്ടൊരു കുട്ടി അങ്ങോട്ട് ഓടി വന്നു. അപ്പോഴേക്കും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മുറി ആ ക്ഷേത്രം അശുദ്ധിയാക്കി നടത്തി ഈ നെല്ലൊക്കെ ഇട്ടേക്കുന്നൊരു കളപ്പുരയുണ്ട്. ഒരു 3-4 കൂടി അതിൻ്റെ ഉള്ളിൽ അടച്ചിട്ടു. പിന്നീട് ആ 3 അതിനുള്ളിൽ തന്നെ മരണപ്പെട്ടു എന്നൊക്കെയാണ് മുത്തശ്ശി പറഞ്ഞത്. പക്ഷെ അതൊക്കെ ചെറുപ്പത്തിലൊരു കുട്ടിക്കഥയായിട്ട് ഞാനങ്ങനെ വിട്ടു. പക്ഷെ അന്നേ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ശാപം നമ്മളെന്തായാലും പിന്തുടരും, ഒരിക്കലും വിട്ടുപോകില്ലെന്നൊക്കെ. ഈ അടുത്തായിട്ട് അതേ സ്വപ്നം എനിക്ക് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിന്നോട് ഇങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ദിവസം തൃശ്ശൂർ പോകണമെന്നിട്ട് വന്നില്ലായിരുന്നു. അതെ, ഞാനിങ്ങോട്ട് വന്നായിരുന്നു. ഞാനെങ്ങനെയോ പൂജ നടക്കുന്ന കാട്ടിലെത്തിപ്പെട്ടുള്ളൂ. അവിടെ വെച്ചിട്ടാണ് ഇപ്പം കണ്ട ബ്രോക്കറെ കണ്ടത്. പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല, പെട്ടെന്ന് തിരിച്ചു പോയി. പക്ഷെ പിന്നെ 2 ആഴ്ച കൊണ്ട് ഞാൻ വീണ്ടും അതേ സ്ഥലത്ത് വന്നു. അപ്പം മൂപ്പര് എന്നോട് കാര്യം ചോദിച്ചു.
അപ്പം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട മൂപ്പരോട് പറഞ്ഞത് ഇവർക്ക് നമ്മുടെ തറവാട്ടിനെ പറ്റിയും ആ ക്ഷേത്രത്തിനെ പറ്റിയൊക്കെ അറിയാം. അപ്പോൾ അയാളിനെ വന്നു ഈ വരുന്ന വെള്ളിയാഴ്ച ഒരു പൂജ നടക്കുന്നുണ്ട്. നമ്മുടെ കുടുംബസമേതം വന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചാൽ ആ ദോഷം മാറും, അല്ലെങ്കിൽ അവിടെ കുഞ്ഞിന് ആപത്താന്ന് പറഞ്ഞു. ഇക്കാര്യം നിന്നോട് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല, അതൊരു ദുസ്വപ്നമായിട്ട് തള്ളിക്കളയാൻ പറയും. പക്ഷെ അതെനിക്ക് അങ്ങനെയല്ല. മൂപ്പര് തന്നെ പറഞ്ഞു ഈ ദിവസം ഇങ്ങോട്ട് വന്നാൽ വീട് ഒപ്പിച്ചേരാന്നൊക്കെ. അത്രമാത്രം എനിക്ക് പരിചയമുള്ളൂ. പക്ഷെ ഇവിടെ എത്തിയതും മൂപ്പരെയും കാണുന്നില്ല. ഞാൻ എന്താ കുഞ്ഞിനെ വെച്ചിട്ടാണോ ഇത്രയും വലിയ റിസ്ക് എടുത്തിരിക്കുന്നത്? ഇന്ന് വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ച. വേണ്ട ഏട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. എനിക്കെന്തോ നല്ല പേടി തോന്നുന്നുണ്ട്. ഇങ്ങനെ പേടിക്കുന്ന വേണ്ട, എന്തായാലും ഇവിടെ എത്തിയില്ലേ. നാളെ ആ പൂജയും കൂടി പങ്കെടുത്തിട്ട് പോവാം. ഇവിടെ നിന്നൊക്കെ പേടിയാണെങ്കിൽ നമുക്ക് തൽക്കാലം ടൗണിലൊരു റൂം എടുക്കാം. ഞാനേ നമുക്ക് പുറത്തുണ്ടാകാൻ വരാം കേട്ടോ. എന്റെ കുഞ്ഞുസേ, അത് അവിടെ നിന്ന് കിട്ടിയ ആൾക്കൊണ്ട് നോക്കി മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാനായിട്ട്. നല്ല തോയ ഇല്ലാടാ. എന്താ ഏട്ടാ, മൂപ്പരെ കണ്ടോ? എടോ, ഞാൻ ഗേറ്റും കിടന്ന് പുറത്തു പോയതാ. വീണ്ടും ഇവിടെ എങ്ങനെ എത്തി? എന്തൊക്കെയായിട്ട് ഈ പറയുന്നത്? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. കുഞ്ഞുസേ, അവിടെ വാങ്ങിട്ടപ്പോ നിക്കണ്ട. ഏട്ടാ, എന്തോ ലൂപ്പാണെന്ന് തോന്നുന്നത്. ലൂപ്പോ? ആട്ടാ, നമ്മൾ എവിടെ പോയാലും ഇതിനകത്ത് ഞാൻ പിന്നെ എത്തുന്നത്. നമുക്കവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നില്ല. നമ്മൾ പെട്ടു ഏട്ടാ. എന്താടോ പറയുന്നത്? പണ്ട് കളപ്പുറം നിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ ഈ വീട് നിൽക്കുന്നെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ആ മൂന്നാൾക്ക് പകരം നമ്മൾ മൂന്നാള്. ഇന്ന് 12 മണി കഴിഞ്ഞ അമാവാസി തുടങ്ങല്ലേ. അതിനുള്ളിൽ അവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഏട്ടാ, മുക്കാലോ ഈ പറഞ്ഞ പോലെ ഇതൊരു ലൂപ്പാണെങ്കിൽ ഇവിടെ നിന്ന് പുറത്ത് കിടക്കാനുള്ള വഴിയും ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. സന്ധ്യ, നമ്മുടെ മുന്നിൽ 15 മിനിറ്റ് ഉണ്ട്. അതിനുള്ളിൽ ആ ലൂപ്പ് കണ്ടെത്തി ഇത്രയും പെട്ടെന്ന് ഇവിടെ കടക്കണം. ഒരു മുന്നേ ലൈറ്റില്ലല്ലോ.
കിട്ടിയോ? ഇല്ല ഏട്ടാ, അവിടെ ഒന്നും ലൈറ്റ് ഇല്ല. 8 മിനിറ്റ് ബാക്കിയുള്ളൂ. നമ്മളിനി എന്താ ചെയ്യാ? ഇതാരെന്താ? നേരത്തെ ഒരു അങ്കൽ ഇവിടെ ആക്കില്ലേ, ആ അങ്കൽ തന്നതാ. സന്ധ്യ, ഇതിന്റെ ബാക്കി കൂടി കിട്ടിയ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇവിടെ എവിടെയുണ്ട് കുഞ്ഞുസേ, ഒന്ന് തെരയടാ, മോനെ കിട്ടും. ഏട്ടാ, ഇനി 3 മിനിറ്റ് ബാക്കിയുള്ളൂ. അതിനുള്ളിൽ കുഞ്ഞുസേ, നീ നേരത്തെ ഒരു ടോ എടുത്തിട്ട് വന്നില്ലേ? അതെവിടെ? ഏട്ടാ, ഏട്ടാ, അത് മാറ്റി കിട്ടി. അതേ 1 മിനിറ്റ്